ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റി കലവറയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന കൊണ്ടാട്ടം മുളകച്ചാറാണ്. അതിനായിട്ട് നമ്മൾ കൊണ്ടാട്ടം മുളക് ഫ്രൈ ചെയ്യാത്താണ് മേടിച്ചേക്കുന്നത്. അത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനൊന്ന് ചൂടായിട്ട് നമ്മളതിലോട്ട് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, എങ്കിലേ അതൊന്ന് ലാസ്റ്റ് ചെയ്യുള്ളൂ. വെളിച്ചെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് കനയ്ക്കും, നല്ലെണ്ണ ആകുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റും കിട്ടും, കുറച്ച് നാളൊക്കെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നില്ല. അപ്പോൾ ആ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ കൊണ്ടാട്ടം മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ബ്ലാക്ക് കളറിൽ പോവണ്ട. നമ്മൾ ഈ അച്ചാറിട്ട് 2-3 ദിവസമൊക്കെ വെക്കുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് അലുത്ത് വരണം. അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് ബ്ലാക്ക് പോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂപ്പ് കൂടും, അത് അലുക്കത്തില്ല വേഗം. ഇങ്ങനൊരു അതിൻ്റെ പച്ച മാറുന്നവരെ അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലൊരു ഷെയ്ഡൊന്ന് മാറിയാൽ മതി. അത് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ നല്ലെണ്ണയിലോട്ട് തന്നെ നമുക്കൊരു വറവിടാം. അതിനു വേണ്ടി കടുക് പൊട്ടിച്ചെടുക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് മുഴുവനായും പൊട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. വറ്റൽമുളകൊക്കെ ഇടുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകരുത്. അതിനു വേണ്ടി വറ്റൽമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ഇത്രയും ഇട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം വറ്റൽമുളകും വേപ്പിലയും ഇട്ട് ചൂടാക്കിയെടുക്കണം, അത് കരിഞ്ഞു പോകരുത്. എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് അതിലിട്ടൊന്ന് മൂപ്പിക്കുക. ഒരുപാട് ഫ്രൈ ആയി പോവണ്ട, ബ്രൗൺ കളറും ആവണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ഇഞ്ചിയൊക്കെ ഓവർ കുക്കായി പോയി കഴിഞ്ഞാൽ ഒരു ചകിരി പോലെ ആയിപ്പോകും. അങ്ങനെ ഇതിന് ആവശ്യമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം, അതാണ് അച്ചാറിൻ്റെ ടേസ്റ്റ്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. പൊടികൾ ഇപ്പോൾ ചേർക്കാൻ പോവാണ്, അത് കരിഞ്ഞു പോകരുത്. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി, പിന്നെ ഞാൻ എരിവിന് വേണ്ടി കുറച്ച് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ. അതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കണം. എന്നിട്ട് നമ്മൾ വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ട് അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വിനാഗിരി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടി ഒരു 4-5 സ്പൂൺ ചൂടുവെള്ളം വേണം. അത് നന്നായിട്ട് പച്ചവെള്ളവും തിളപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് കൊണ്ടാട്ടം മുളക്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊണ്ടാട്ടം മുളക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മുഴുവനായി അതിലെത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയതുപോലെ തോന്നും. വെള്ളം കൂടുതലല്ല. അതിലോട്ട് ഈ മുളകിലോട്ട് മൊത്തം ഈ മുളക് മൊത്തം നന്നായിട്ടൊന്ന് അലുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കായപ്പൊടിയും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ മസാലയിൽ കിടന്നൊന്ന് ചൂടായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പും കായപ്പൊടിയും ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച ആ വെള്ളം അതിലോട്ടൊരു 4 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട, ഇത്രയൊക്കെ മതിയാവും. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് ചാറ് പോലെ തോന്നും. അത് നമ്മൾ ഈ മുളക് മൊത്തം ഒരു 4 ദിവസം ഇരുന്നിട്ട് മുളക് മൊത്തം ഒന്ന് അലുത്ത് വരെ ഉള്ളൂ. അത് നന്നായിട്ട് ഇതുപോലെ ഇപ്പോൾ ഒരെണ്ണമൊക്കെ അലുത്തിട്ടുണ്ട്. അത് നമ്മൾ ആറിക്കഴിഞ്ഞിട്ട് നമ്മളൊരു ഭരണിയിലോട്ട് ആക്കി വെക്കുക. ഒരു 7 ദിവസം വരെ, നമ്മളൊരു 4-5 ദിവസം വരെയൊക്കെ ഇരുന്നാൽ മതി. 7 ദിവസം വരെ ഇരുന്നാൽ അത്രയും ടേസ്റ്റാണ്. ഈ ചാറിലോട്ട് മൊത്തം ഈ മുളക് കയറി പിടിക്കും. അപ്പോൾ ആ മുളക് അങ്ങനെ അലുക്കുമ്പോൾ ഒരു നുള്ളു മതി നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.